ബെല്ല, നീ ഹാക്ക് ഉണ്ടോ? ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇത് വല്ലോ നടക്കൂ? അതൊക്കെ നടന്നോളൂ. കണ്ടാ മതി. വെൽക്കം ടു മൈ ഹാപ്പി വേൾഡ്. ഹായ് ഗായ്സ്, അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ നമ്മൾ ഇന്നൊരു ഹാക്ക് ട്രൈ ചെയ്യാൻ പോവാണ്. ആൻഡ് ദാറ്റ് ഹാക്ക് ഈസ് ഫോർ മൈ നെയിൽ എക്സ്റ്റൻഷൻ. ഞാൻ നെയിൽ എക്സ്റ്റൻഷൻ 1 month ബിഫോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബെല്ലാസ് ഹാപ്പി വേൾഡ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവർക്ക് അതറിയാം. ഞാൻ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക കേട്ടോ. നമ്മളിപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഹാക്ക് കണ്ടിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് അതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. So guys, please like, share and subscribe. Don't forget to press the bell icon. സോ ഗൈസ്, ദീസ് ആർ മൈ നെയിൽസ്. ഞാൻ ഓൾറെഡി ബെല്ലാസ് ഹാപ്പി വേൾഡിൽ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തതിൻ്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാനിത് റിമൂവ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. എനിക്ക് സമയം കിട്ടിയില്ല, സലൂണിൽ പോകാനും ടൈം കിട്ടിയില്ല, വീട്ടിൽ റിമൂവ് ചെയ്യാനും ടൈം കിട്ടിയില്ല. ഒരുപാട് നാളായി റിമൂവ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. ആൻഡ് ഞാൻ പറഞ്ഞിരുന്നില്ല, ഞാനൊരു ഹാക്ക് കണ്ടായിരുന്നു. അത് വർക്കാകോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണെന്ന്. സോ ഐ തോട്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. അതിനുവേണ്ടി ആദ്യമായിട്ട് വേണ്ടത് ലൂക്വാം വാട്ടറാണ്. ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഡിഷ് വാഷാണ്. വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഞാൻ ഒരുപാട് പേരിങ്ങനെ എന്താ പറയുന്നത്, ഓയിൽ യൂസ് ചെയ്യുന്നത് കണ്ടു. അത് കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ. നമ്മുടെ കയ്യിൽ ഒരു ആൽമണ്ട് ഓയിൽ ഉള്ളതുകൊണ്ട് ഞാൻ അതും എടുത്തു. ആൻഡ് ഞാൻ കുറച്ച് എന്താ പറയുന്നത്, നെയിൽ കട്ടറും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളോട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നെയിൽ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. എനിവേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഈ വെള്ളത്തിലോട്ട് നമ്മുടെ ഡിഷ് വാഷും എണ്ണയും കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ഇത് എന്താ പറയുക, ഇളം ചൂടുവെള്ളമാണ്. ഇതിലോട്ട് കൈ മുക്കി കുറച്ച് നേരം വെക്കണം. അവർ പറഞ്ഞേക്കുന്ന ഒരു 15 മിനിറ്റ് എന്നാണ്. പക്ഷേ ഈ 15 മിനിറ്റിൽ ഇത് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ എനിവേ മുക്കി വെച്ചിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളോട് പറയാം. വേറൊരു പ്രശ്നം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഹാക്ക് ട്രൈ ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ എന്നോട് പറഞ്ഞതാ, ഇതൊന്നും ട്രൈ ചെയ്യണ്ട, വർക്കാവത്തില്ല, മര്യാദയ്ക്ക് പോയി അസെറ്റോൺ വാങ്ങിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാൻ. ഞാൻ കേട്ടില്ല. കാരണം ഞാൻ കണ്ടത് അങ്ങനെ. നിങ്ങൾ വേണം തപ്പി നോക്കി, അങ്ങനെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഇത്രയും ഡിഷ് വാഷ് പോയി, എണ്ണ പോയി, വെള്ളം പോകുന്നു, പിന്നെയും എല്ലാം കൂടി ആയിട്ട് ഞാൻ എന്നാ പോയി പറയും അമ്മയോട്? അമ്മേനെയും ബെല്ലിനെയും നമ്മളെങ്ങനെ ഫേസ് ചെയ്യും? അമ്മേ, ഇത് വർക്കാവുന്നില്ല. ഭയങ്കര വേദന കൈക്കൊക്കെ. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഇത് വർക്കാവുകയായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞത് ചെയ്യരുത്. കട്ട് തിന്നുന്നുണ്ടോ? Later that same evening. നമ്മുടെ ഹാക്ക് ഫെയിലായിപ്പോയി. അപ്പോൾ നമുക്കിനി ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. പക്ഷേ ആക്ച്വലി ഞാൻ യൂട്യൂബിൽ അത് കണ്ടപ്പം ഒരുപാട് പേര് അത് ട്രൈ ചെയ്യുന്നതും അത് അവർക്ക് വർക്ക് ആവുന്നതും ഒക്കെ കണ്ടു. പക്ഷേ അതിൽ തന്നെ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു, അത് പുട്ട് ഓൺ നെയിൽസ് ആയിരിക്കും. അപ്പോൾ ഈ നെയിൽ എക്സ്റ്റൻഷൻ തന്നെ പല ടൈപ്പ് ഓഫ് നെയിൽസ് ഉണ്ടല്ലോ. ആക്രിലിക് നെയിൽസ്, ജെൽ നെയിൽസ്, അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ ജെൽ നെയിൽസ് എനിക്കൊന്നും അങ്ങനെ റിമൂവ് ചെയ്ത് ജെൽ നെയിൽസ് അല്ല. ആൻഡ് പക്ഷേ ഇതാട്ടോ ലാസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ. ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നത് ഇത് തന്നെ. 1 മാസം വരെ എൻ്റെ റൈറ്റ് ഹാൻഡിലെ നെയിൽസിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ ഇഫ് നമ്മൾ ഒത്തിരി വെള്ളത്തിൽ നനയ്ക്കുന്നുണ്ടെങ്കിലും പാത്രം കഴുകുന്നുണ്ടെങ്കിലും ഒക്കെ 1 മാസം കഴിഞ്ഞ് ഇത് ഇളകി വരാൻ തുടങ്ങി. ഞാൻ ദേ ആ നെയിൽസൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ക്യൂട്ട് ലിറ്റിൽ നെയിൽസ്. ഓക്കെ, അപ്പം ഇത് ഇച്ചിരി കൂടി ലാസ്റ്റിംഗ് ആട്ടോ. 1 month വരെയൊക്കെ നമുക്ക് എന്താണേലും ഉപയോഗിക്കാം. ഇനിയും ശരിക്കും ഇതെങ്ങനെ റിമൂവ് ചെയ്യാം? എനിക്ക് ആ ഹാക്ക് വർക്കായില്ല. ഇനിയും വർക്കാവുന്നവരുണ്ടാവും. പക്ഷേ ആക്രിലിക് നെയിൽസിന് എനിക്ക് തോന്നുന്നു അത് വർക്ക് ആവില്ലെന്ന്. ഇനി നമുക്ക് എന്താണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് നെയിൽ പോളിഷ് റിമൂവർ തന്നെ വിത്ത് അസെറ്റോൺ ഇല്ലേ, 100% അസെറ്റോൺ, അതെടുക്കണം. അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ഫോയിൽ പേപ്പേഴ്സ് ഇല്ലേ, അത് ഞാനിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോയിൽ പേപ്പേഴ്സ്. പിന്നെ എന്താ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. കോട്ടൺ വേണം, വേറെ ഒന്നും വേണ്ട. പിന്നെ നെയിൽ കട്ടർ. സോ നമുക്ക് ഈ ലെങ്ത് ആയിട്ട് നിൽക്കുന്നത് ആദ്യം കട്ട് ചെയ്ത് കളയണം.
നമുക്കപ്പം നെയിൽസ് കട്ട് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് നെയിൽസ് ഫയൽ ചെയ്യാം. ഇതുണ്ടെങ്കിലേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഞാൻ 2 നെയിൽസ് നിങ്ങൾക്ക് ഇതില്ലാതെയും കാണിക്കാം. ഇത് ഇത്തിരി കൂടി പ്രോസസ്സ് ഈസി ആക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് എന്താണെങ്കിലും അത് നോക്കാം. ഞാൻ ഈ 2 ഫിംഗേഴ്സിൽ നെയിൽസിൽ ഫയൽ ചെയ്തിട്ടില്ല. നമുക്കതില്ലെങ്കിലും റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇച്ചിരി കൂടി പ്രോസസ്സ് ഈസി ആക്കും. ഇനി നമുക്ക് അസിറ്റോണിൽ ഡിപ്പ് ചെയ്യാം. നമുക്കിനി ഇത് ഡിപ്പ് ചെയ്യാം കേട്ടോ. മീൻസ് നെയിൽസ് ഡിപ്പ് ചെയ്ത് വെക്കണം. ഡിപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നേ. നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. ചിലർ ഡിപ്പ് ചെയ്യാറുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് കോട്ടൺ ആണ്. നമുക്ക് ഈ കോട്ടൺ ഒക്കെ ഇതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ നഖം ഡിപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാനൊരു ഇച്ചിരി നമ്മുടെ ഹാക്കൊക്കെ ഫെയിലായി പോയതുകൊണ്ട് ഡിപ്പ് കൂടെ ചെയ്തേക്കാന്ന് ഓർത്ത് ഡിപ്പ് ചെയ്തതാണ്. നമുക്ക് എത്ര നെയിൽസ് ആണോ, ഇപ്പം 10 നെയിൽസ് ആണല്ലോ. എൻ്റെ കയ്യിലിപ്പം കുറേ ഇളകിപ്പോയതുകൊണ്ട് ആവശ്യമുള്ളത്ര കോട്ടൺ ഈ അസറ്റോണിൽ ഇങ്ങനെ മുക്കി എടുക്കുക. കോട്ടൺ നമ്മൾ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ പൊതിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഫോയിൽ പേപ്പറാണ്. നമ്മൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി വയ്ക്കണം കേട്ടോ. ഞാൻ ഈ ഫോയിൽ പേപ്പർ ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഇത് ഡിപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് കണ്ടോ, ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് ഇളകിയത് കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ. A few moments later. എൻ്റെ നെയിൽസൊക്കെ ഇങ്ങനെ മുഴുവനെ തന്നെ റിമൂവ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. നെയിൽ എക്സ്റ്റൻഷൻസ് പല ടൈപ്പ് ഉണ്ട്. ആക്രിലിക് നെയിൽസ്, ജെൽ നെയിൽസ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം അതിനെ ബേസ് ചെയ്ത്. ഇത് ഞാൻ ജസ്റ്റ് റിമൂവൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ആൻഡ് നെയിൽ എക്സ്റ്റൻഷൻസ് ഇപ്പോൾ വന്നിട്ട് ബ്രൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മിക്കവരും പ്രിഫർ ചെയ്യും. അപ്പം അങ്ങനെ പ്രിഫർ ചെയ്യുന്നവരൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫംഗ്ഷൻ്റെ ആ ദിവസമാണ് ഫസ്റ്റ് ഡേ ട്രൈ ചെയ്യുന്നതെങ്കിൽ, അതാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാതെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിന് മുൻപേ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിക്കോസ് നിങ്ങൾ ആ ഫംഗ്ഷൻ്റെ അന്നാണ് ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് മേ ബി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 1 or 2 days ആയി എനിക്കൊന്ന് യൂസ്ഡ് ആവാൻ. സോ നിങ്ങൾ ഇതിന് മുന്നേ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ഇത് നമുക്ക് നിങ്ങൾ ആ നെയിൽ എക്സ്റ്റൻഷനൊക്കെ ചെയ്യുവാണെങ്കിൽ 1 month വരെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എടുത്തിട്ട് പോകണ്ട, നിങ്ങൾ റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് നമ്മൾ കണ്ടില്ലായിരുന്നോ, ഞാൻ ആദ്യം ഫോയിൽ പേപ്പറൊക്കെ വെച്ച് കോട്ടൺ ബോൾസ് അസറ്റോണിൽ മുക്കിയിട്ട് ഡിപ്പ് ചെയ്തിട്ട് ആ കോട്ടൺ ബോൾസ് ഒക്കെ വെച്ച് നഖം ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് പിന്നെയാണ് ആ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്തത്. ഇനി അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് തോന്നുന്നു അസറ്റോണിലോട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ നെയിൽസ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോരും. കാരണം ഞാൻ അത് കഴിഞ്ഞിട്ട് അത് റിമൂവ് ചെയ്തിട്ട് നെയിൽസ് ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് വന്നത്. അപ്പോൾ അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഇപ്പോൾ വീട്ടിലെ അമ്മമാർക്കോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ നല്ലൊരു സംഭവമാണ്. ഇനി അങ്ങനെ ആക്രിലിക് നെയിൽസ് വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ നെയിൽസ് അങ്ങനെ ഒത്തിരി അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. ഒരു ഫംഗ്ഷന്, പാർട്ടിക്ക് അങ്ങനെയൊക്കെ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ വിരലുകളൊക്കെ കാണാൻ. ആൻഡ് ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന്. ബിക്കോസ് നമുക്ക് വീട്ടിൽ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ള ഒരു സംഭവമാണ് ഞാൻ കാണിച്ചേക്കുന്നത്. I hope this video is useful for you guys, and if you guys loved my video, please do like, share and subscribe to my channel, and please do give a comment.